1 യോഹന്നാൻ 1 അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നതുപോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓർമ്മിക്കുക, ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട അമലോത്ഭവ മാതാവിന്റെ ഓർമ്മ ദിനമാണിന്ന്. 1856 ഫെബ്രുവരി 11 ഫ്രാൻസിലെ ലൂർദ് എന്ന ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത 14 വയസ്സുകാരി ശ്വാസകോശ രോഗിയായിരുന്ന ബെർണദീത്തായും സഹോദരിമാരും വനത്തിൽ വിറക് ശേഖരിക്കുവാൻ പോയപ്പോൾ ഒരു പുഴ കടക്കേണ്ടി വന്നു. സഹോദരിമാർ പുഴ കടന്നു. സുഖമില്ലാത്ത ബെർണദീത്ത അവിടെ നിന്നു. അപ്പോൾ ഒരു കാറ്റുവീശി. അവിടെ അടുത്തൊരു ഗ്രോട്ടയുണ്ടായിരുന്നു. അവളെ അവിടേക്ക് മാടി വിളിക്കുന്നത് പോലെ തോന്നി. കണ്ണഞ്ചിക്കുന്ന വെള്ളവസ്ത്രവും നീല അരക്കെട്ടും ശിരോവസ്ത്രവും ധരിച്ച് ജപമാല കൈയിലേന്തി ഒരു യുവതി അവിടെ നിൽക്കുന്നത് അവൾ കണ്ടു. സ്വർണദീപ്തിയോടുകൂടിയ ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കൽ തത്തിക്കളിക്കുന്നതുപോലെ കണ്ടു. ആ സ്ത്രീ ജപമാല ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. 2 പേരും കൂടി ജപമാല ചൊല്ലി. ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തൂകി അവൾ അപ്രത്യക്ഷയായി. ഇങ്ങനെ 18 പ്രാവശ്യം ബെർണദീത്തായ്ക്ക് ദർശനമുണ്ടായി. 3ാമത്തെ ദർശനത്തിൽ അവളോട് പറഞ്ഞത് 2 ആഴ്ചക്കാലം നീ ഇവിടെ വരണം. 8ാമത്തെ ദർശനം ഫെബ്രുവരി 24 അന്ന് ആ മഹതിയെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്യുവിൻ. 9ാമത്തെ ദർശനം ഫെബ്രുവരി 24 അന്ന് ആ സ്ത്രീ പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ശരീരം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. അവിടെ ഇവയൊന്നും കാണാഞ്ഞതിനാൽ അവൾ അടുത്തുള്ള ഗേവു നദിയിലേക്ക് തിരിച്ചു. ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അവൾ അവിടെ മണ്ണിളക്കി നോക്കി. അവിടെ നിന്നും ഉറവ പുറപ്പെട്ടു. ആ വെള്ളം അവൾ കോരി കുടിച്ചു. അവിടെ കണ്ട സസ്യങ്ങൾ അവൾ ഭക്ഷിച്ചു. 4 ദിവസങ്ങൾക്കു ശേഷം കാഴ്ചശക്തി ഇല്ലാതിരുന്ന ഒരു കല്ലുവെട്ടുകാരൻ ആ വെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ അയാൾക്ക് കാഴ്ചശക്തി ലഭിച്ചു. ദിനം പ്രതി ആ ഉറവയിൽ നിന്നും 2000 ഗാലൻ വെള്ളം ഒഴുകുവാൻ തുടങ്ങി. ധാരാളം ആളുകൾ ആ വെള്ളം ഉപയോഗിച്ച് രോഗസൗഖ്യം പ്രാപിച്ചു. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിവസം ബെർണദീത്തായ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ജൂലൈ 16 ബെർണദീത്തായ്ക്ക് അവസാന ദർശനം. ദൈവമാതാവിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. നമുക്കും ലൂർദ് മാതാവിനോടുള്ള മാധ്യസ്ഥം വഴി അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
സ്വർഗീയ മുഖത്തെ നിലയ്ക്കാത്ത ധൂപം പോൽ ജപമാല മണിയിലെ സുഹൃതം നീയേ. സ്വർഗീയ മുഖത്തെ നിലയ്ക്കാത്ത ധൂപം പോൽ ജപമാല മണിയിലെ സുഹൃതം നീയേ. ഇരവിൽ തെളിയും തിരിയാണമ്മ, എൻ മുന്നിൽ തുടരും നിഴലാണമ്മ. ഇരവിൽ തെളിയും തിരിയാണമ്മ, എൻ മുന്നിൽ തുടരും നിഴലാണമ്മ. അമ്മ എന്ന നാമം മധുരമായ നാവിൽ, അമ്മ എന്ന ജീവൻ അമൃതപോലുള്ളിൽ. അമ്മ എന്ന നാമം മധുരമായ നാവിൽ, അമ്മ എന്ന ജീവൻ അമൃതപോലുള്ളിൽ. നന്ദനേരങ്ങളിൽ കൊന്തയായി നീ എന്നിൽ സ്വന്തമായി